രാത്രിയായി. താമസിക്കാൻ ഒരിടം തേടിയാണ് ഇപ്പോൾ പോകുന്നത്. തെലങ്കാനയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഹൈദരാബാദ് പട്ടണത്തിലെത്തിയിരിക്കുന്നു. പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുകയാണ് നഗരം. നന്നായി വിശക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ പോകുമ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. ഉള്ളിലേക്ക് നടന്നു. കുറേ കൂടാരങ്ങൾ. ഒരു രാത്രി കഴിച്ചു കൂട്ടുവാൻ ഇത് ധാരാളമാണ്. ഇവിടെ തുക വളരെ കുറവാണ് എന്നതാണ് ഒരു പ്രധാന കാര്യം. വരുന്നവരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇവർക്ക് നന്നായി അറിയാം. കഴിക്കാൻ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ജ്യൂസ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ സംഭവം കഴിച്ചിട്ടില്ല. ഹൈദരാബാദ് ബിരിയാണി പേര് കേട്ടതാണ്. ജ്യൂസി ബിരിയാണി അതിലും കേമമാകാനാണ് സാധ്യത. ഒരു ബിരിയാണിക്ക് ഓർഡർ നൽകി. കൂടാരങ്ങളൊക്കെ നന്നായി ഒരുക്കി വച്ചിരിക്കുന്നു. ഇവിടെ വേറെയും താമസക്കാരുണ്ട്. അതിലൊരു കൂടാരം ഞാനെടുത്തു. കൂടാരത്തിനുള്ളിലേക്ക് കിടന്നു. ഇതൊക്കെയാണ് കൂടാരത്തിലെ സൗകര്യങ്ങൾ. തറയിൽ വിരിച്ചിരിക്കുന്ന ഒരു പരവതാനിയിലിരുന്നു. പൊക്കം കുറഞ്ഞ ഒരു മേശയുണ്ട്. അരണ്ട വെളിച്ചം. ബിരിയാണി വരുന്നുണ്ടോ എന്ന് കൂടാരവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. കിടക്കാൻ ചെറിയൊരു ബെഡ്. അത് ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സംഗതി എത്തി. കാണാനൊരു ചന്തമുണ്ട്. ബിരിയാണിയോടൊപ്പം പരിപ്പ് കറിയും കുറച്ച് തൈരും വന്നിട്ടുണ്ട്. എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ജ്യൂസി ബിരിയാണി കോരി കുടിക്കാവുന്ന പരുവത്തിലാണെന്ന് മനസ്സിലായത്. ബിരിയാണിയുടെ പരിണാമഘട്ടത്തിൽ എവിടെയോ സംഭവിച്ച ഒരു വിഭവം. തിരക്കിനിടയിൽ കഞ്ഞിവെള്ളം ഊറ്റിക്കളയാൻ മറന്നുപോയതാവാം. നന്നായി വിശക്കുന്നതിനാൽ ഇനി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.